ഇതെല്ലാം പാക്ക് ചെയ്ത് പോക്കാന്ന് മാത്രം പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. രാവിലെ തുടങ്ങിയ അടുക്കളയിൽ കയറിയ പാവം. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധികം ചിരിച്ചോണ്ടൊന്നല്ല, പ്രത്യേകിച്ച് അൻവിയും അല്ല സ്വാഗതം പറയുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ഇത്തിരി നാൾ കണ്ട പോലത്തെ അങ്ങനത്തെ ഒരു വീഡിയോ അല്ല. ഞാൻ പക്ഷെ ചിരിച്ചോണ്ടാട്ടോ ഉള്ളത്. നീ ചിരിച്ചിട്ടല്ലേ ആദ്യം പ്ലാൻ ചെയ്ത്. നീ സ്വാഗതം പറഞ്ഞ സമയത്ത് ഞാൻ അറിയാണ്ട് ചിരിച്ചു വേടാ. നിങ്ങൾക്കൊരു പരാതിയില്ലേനോ ആശുപത്രി പോകുമ്പോൾ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ലാന്ന്? ഇപ്പോൾ വേറൊരു ബാഗ് പാക്കിങ്ങുമായിട്ട് നമ്മളിത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പോഴേ നമ്മൾ സോൾവ് ചെയ്ത് തരും. ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ബാഗ് പാക്കിംഗ് അല്ലേ എൻ്റെ വിഷയം. ഏകദേശം ബാഗ് പാക്കിംഗ് ഇല്ലെങ്കിൽ അടുത്ത ഹെവി ബാഗ് പാക്കിംഗ് നമ്മളിപ്പോൾ കാണിച്ചിട്ടാണ്. എല്ലാം എടുത്തു വെച്ചോ. ഓ ശരി. അടി എൻ്റെ എല്ലാം അതേ വരുന്നല്ലോ. നീ ആടെ തന്നെ കാണിച്ചില്ലേ? ഒരു ഡോക്ടറെ കാണിച്ചാൽ മതി, ഏത് രോഗത്തിനും കിട്ടും. വേറൊന്നുമല്ല, കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആദ്യമെല്ലാം ഇങ്ങനെ പോകുമ്പോൾ പാക്ക് ചെയ്യാൻ ഒരാൾ, മറ്റേ അച്ചാർ എടുക്കാൻ ഒരാൾ, ബാഗ് എടുക്കാൻ ഒരാൾ, എന്തൊക്കെയായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ എല്ലാം ഒറ്റയ്ക്ക് തന്നെ എടുക്കണമല്ലോ. ഈ പറയുന്ന ആരും ഇതുപോലും ഇപ്പം വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ ഓണാക്കാൻ വേണ്ടി വന്നേട്ടാ. അതുവരെ ഞാൻ ഒറ്റയ്ക്ക് പാവം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ഇനി പാടില്ല, എല്ലാവരും പോയി. ഇവിടെ വീടടുത്ത് തന്നെയാണ്. കുറച്ച് 2-3 വീട് അപ്പുറം ആണെങ്കിലും, 3 വീട് അപ്പുറം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മലയുണ്ട് അതിൻ്റെ അപ്പുറം കേട്ടാ. ഒറ്റയടിക്ക് ഇങ്ങനെ 3 വീട് അപ്പുറം കാണുന്ന രീതിയിലല്ല, എന്നാലും തൊട്ടപ്പുറം തന്നെ. നടന്നിട്ട് പോകേണ്ട ദൂരേ ഉള്ളൂ. പക്ഷെ എന്നാലും വീട്ടിൽ നിന്ന് മാറിയിരിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ശരിക്കും ഇവിടെ അറിയാനുണ്ട്. പിന്നെ അൻവി സ്കൂളിൽ പോയി വൈകുന്നേരം വരും. മോൻ നമ്മളെ വീട്ടിലാട്ടോ നിൽക്കൽ. അല്ല, ഞാൻ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും, കുറച്ച് സമയം അവിടെ ഒന്ന് വിടും. അങ്ങനെയെല്ലാം ആയിട്ടാണ് ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് ഇപ്പം റൊട്ടൈൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം എനിക്കൊരു പെട്ടെന്ന് വന്നൊരു വിളിയാണ്, അങ്ങോട്ട് പോകണം, അവിടെ എന്തോ ഒരു പരിപാടി എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പോയേ പറ്റൂ. ഇപ്പം അൻവീൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയില്ല. ഇന്ന് വൈകുന്നേരം ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സ്കൂളിലേക്ക് വിട്ടത്. പക്ഷെ അവൻ വരുന്നതിലിടക്ക് എനിക്ക് പോയേ പറ്റൂ. രാവിലെ പോകുമ്പോൾ എൻ്റെ ബാഗെല്ലാം ഇങ്ങനെ എടുത്തു വെക്കുന്ന കണ്ടേരേ ഓൻ്റെ മൂടങ്ങ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ശേഷം പോകുമെന്ന് പറഞ്ഞിട്ടില്ലാന്ന് ഒരു പറഞ്ഞു വിട്ടിരുന്നു. വരുന്നതിടക്ക് പോയി നടന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കുഴപ്പം നടക്കുമെന്ന് അറിയില്ല. കുറേ ദിവസത്തെ ഗ്യാപ്പൊന്നുമില്ല, കുറച്ച് ദിവസത്തേക്ക്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് മിക്കവാറും ഞാൻ തിരിച്ചെത്തും. കാരണം നമ്മളെ വീഡിയോ എന്നെല്ലാം പറയുന്നത് ഒരുപാട് ഡിലേ ആണ്. കുറേ ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. നമുക്ക് അങ്ങനത്തെ ഒരു അതത് ദിവസത്തെ സാധനങ്ങൾ ഓരോ ദിവസം കഴിഞ്ഞിട്ട് ഇടുന്ന ശീലം നമുക്ക് പണ്ടേ ഇല്ല. ഇപ്പം ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞിട്ട വീഡിയോ തന്നെ ഡിസ്ചാർജ് ആയിട്ട് 3-ാമത്തെ ദിവസം കാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുമ്പോഴത്തേക്ക് ഏകദേശം ഞാൻ തിരിച്ചെത്തും. പക്ഷേ ഈ ഗ്യാപ്പിൽ ഞാൻ വീട്ടിലുണ്ടാവില്ല. എല്ലാം നമ്മൾ സെറ്റാക്കും. നമ്മളൊരു ഗ്രാൻഡ് പരിപാടി നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്ലാൻ ചെയ്ത് വെക്കണം എന്നെല്ലാം ഇങ്ങനെ ഒരു ചെറിയ രീതിയിലൊരു പ്ലാൻ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ എന്തായാലും ഞാനിപ്പം പോയി വന്ന് ഒരാഴ്ച കൊണ്ട് ഞാനിപ്പം പോയി വരുമല്ലോ. വന്നതിന് ശേഷം ഞാനത് എന്തായാലും നിങ്ങളോട് പറയാം. ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. അത് എന്നാ ഏതാണെന്നുള്ളത് ഒന്നിച്ച് നടക്കുന്നില്ല. അതന്നെ സത്യം പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ അറിയുന്നവർക്ക് അറിയാലോ. എല്ലാം ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലും വിചാരിച്ചതെല്ലാം നമ്മൾ എങ്ങനെയെങ്കിലും നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതും നടക്കും. എന്തായാലും മനസ്സിലൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ എന്തായാലും മോൻ്റെ ഒരു പാല് കൊടുക്കലും പരിപാടിയെല്ലാം ഇങ്ങനെ മനസ്സിലുണ്ട്. ബാക്കി ഒന്നുമില്ല, എല്ലാം ഓക്കെ. ഇന്നത്തെ ഒരു ശോകം പിടിച്ചൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ അധികം കാണാൻ നിൽക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇതെല്ലാം പാക്ക് ചെയ്ത് പോക്കാന്ന് മാത്രം പറഞ്ഞിട്ട് ഞാനങ്ങ് ഒറ്റ പോക്കും. കൂടുതലായിട്ട് ലാഗ് അടിപ്പിക്കാൻ നിൽക്കുന്നില്ല കേട്ടാ. ഒന്നാമത് വീട്ടിലിപ്പോൾ നമ്മൾ ഇത്ര ആളുണ്ട്. രേഷ്മ പാവം കഷ്ടപ്പെടല അടുക്കളയിൽ നിന്ന്. അതൊന്നും കാണിച്ചു കൊടുക്കുന്നു ഈ ജനങ്ങൾക്ക്. ചിരിക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സ് നിറയെ ആ വിങ്ങലും പൊട്ടലും സങ്കടം എല്ലാം നോക്കിയിട്ട് ഏട്ടത്തി ഇല്ലാത്തതിൻ്റെ വിഷമം. പക്ഷെ ഇവിടെ ആർക്കും ആയാലും ഏട്ടത്തി ഇല്ലാത്തതിൻ്റെ ഒരിത് ആരും അങ്ങനത്തെ ഒരു സംഭവം വരുത്തുന്നില്ല. ഇപ്പോൾ രാവിലെ തുടങ്ങിയ അടുക്കളയിൽ കയറിയ പാവം. അമ്മേനെ ഒന്ന് കാണിച്ചു കൊടുത്തല്ലേ നമുക്ക് വിഷമം. സ്വാഗതം പറയാനും ബാക്കി പറയാനും ആൾക്കാരെ കിട്ടാത്തത് കേട്ടാ. ഭയങ്കര തിരക്കും. രാവിലെ പോയിന്
അടുത്തയാളാണെങ്കിൽ കിച്ചണിൽ ഫുൾ ബിസി. അല്ല ആൾക്കാർക്ക് മനസ്സിലാവട്ടെ ഇവന്റെ ഷോർട്സിൽ എടുക്കുന്ന വെറുതെയാന്ന്. എനിക്ക് പണിയെടുക്കാൻ അറിയാമെന്ന് മനസ്സിലാവണ്ടേ. ഇപ്പം ഇവനെ പറഞ്ഞുതരാൻ ഓർമ്മിച്ചു. അത് ആ 2 വാക്ക് എനിക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഒരു മോശമായി പോകും. 2 ദിവസമായി 3 ദിവസമായിട്ട് ഞാനിപ്പം ഇവളാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ഇതെല്ലാം നമ്മളിരുന്ന് കഴിക്കുന്നത്. കാരണം ഇതിൻ്റെ പട്ടാണിക്കടല വേറെ ലെവല്. ഞാൻ ഇത് നിങ്ങളെ അറിയിച്ചേ പറ്റൂ. കാരണം വെച്ചാൽ ഷോർട്സിൽ തേച്ച് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കളിയാക്കലുണ്ട്. പിന്നെ എൻ്റെ കളിയാക്കൽ നിങ്ങൾക്ക് അറിയാമല്ലോ, രക്തത്തിൽ അലിഞ്ഞാണ്. അത് കമൻറ്റിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടൊരു കാര്യമില്ല, എന്നെ കൊണ്ടത് മാറ്റാൻ പറ്റില്ല. അത് ഇവരെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിച്ചു പോയിക്കോളും. ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, നല്ല അടിപൊളി. അത് കാണിച്ചു കൊടുത്ത് എന്തെങ്കിലും ബാലൻസ് ഉണ്ട് അതിനകത്ത് കാണിക്കാൻ? അത് കഴിഞ്ഞെന്നാ പറയാം, നമുക്ക് നോക്കാം ഇഡ്ഡലിയുണ്ടോ. അയ്യോ കുക്കർ കഴുകി, സോറി. പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ദോശയും പട്ടാണിക്കാട്ടിലായിരുന്നു. നല്ല മല്ലിച്ചപ്പെല്ലാം മുറിച്ചിട്ടിട്ട് ഞാൻ ചോളോട് ഞാൻ പോയി പറഞ്ഞു കേട്ടാ, ഞാൻ ഇന്ന് കാണാൻ വേണ്ടി പോയി. നിങ്ങൾ വിചാരിക്കും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അതല്ലേ, ഞാൻ ഇന്ന് രാവിലെ പോയി കേട്ടാ. പോയി വന്നതാണ്. ഞാൻ ആ ചോളോട് പ്രത്യേകം ഞാൻ പറഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റിലാണ് കേട്ടാ. ഓളിപ്പം പൊന്തി അങ്ങ് പോകുന്നുണ്ടാവും, അത് വേറെ കാര്യം. ഇപ്പം ഇരുന്ന് മെനക്കെട്ടാക്കുന്നുണ്ട്. കുറച്ചും കൂടി ഞാൻ പ്രോത്സാഹനം കൊടുക്കും. ആ പൂച്ചക്ക് നല്ല രീതിയിൽ ഒന്നും കൂടി കിട്ടും. ഈ താടി അങ്ങോട്ട് അലോഡല്ല കേട്ടാ, ആ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കടമുള്ള കാര്യമുള്ളൂ. വേറെ ഒന്നുമല്ല. നിങ്ങളിപ്പോൾ വീഡിയോയിലിപ്പോൾ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ആദ്യം വരും. നിങ്ങൾ ഇന്നലെ കണ്ട സംഗീതനല്ലല്ലോ ഇത്, കമൻറ്റിൽ വരുന്ന കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഏതായാലും അതുകൊണ്ടില്ലേ ഇതൊന്ന് പഠിക്കാൻ പോക്കാന്ന് നിങ്ങളെയും കൂടി അറിയിച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഞാൻ ഫുള്ളായിട്ട് പഠിക്കുന്നതിനെക്കാട്ടും നല്ല എനിക്ക് തോന്നുന്നു 2 ഓപ്ഷൻ എൻ്റെ മുമ്പിലുള്ള. ഒന്ന് ഫുൾ ക്ലീൻ ഷേപ്പ്. ഞാൻ എന്താക്കുന്ന ഒരു സിംഗം മോഡലില്ലേ, ഈട മാത്രം ഒഴിവാക്കിയിട്ട് ഇടി ഒഴിവാക്കിയിട്ട് കുറച്ചങ്ങനെ സുഹൃത്തുക്കളെ. ആടാ നീ അവസരം മുതലാക്കി, ഞാൻ പറയുന്നില്ലായിരുന്നു. നമുക്കങ്ങനെ ഉള്ള തൊട്ട് വെക്കാനും പറ്റുന്നില്ല. എന്തൊരവസ്ഥയാന്ന് നോക്കണല്ലേ. ഈ എല്ലാം നമ്മളെ പഠിച്ച് കളിയുന്നതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതേടാ ഒരാഴ്ചത്തേക്ക് എനിക്ക് പ്രാണവേദന, പൂച്ചക്ക് വീണവേദന എന്ന് പറഞ്ഞാൽ ഇവന്റെ അവസ്ഥ. നമുക്കിത് ആകെ ഒരു മുഖത്ത് എന്തെങ്കിലും ഒരു കോലം കിട്ടുന്നത് ഈ സാധനം വരുമ്പോ അത് ഇതാങ്കിലോട്ടൊക്കെ വെക്കാനോ ഇതില്ല. ഇവന്റെ കോലം എനിക്ക് ഇവന് താടി വേണം. എനിക്ക് പിന്നെ അത് ഇല്ലാത്തതുകൊണ്ട് ടെൻഷനേ ഇല്ല. ഞങ്ങൾക്ക് ടെൻഷനില്ല, താടി വേണമെന്നില്ല. ആഹാ മുടുക്കനായി. അങ്ങനെ റെഡിയായി പോവാൻ നോക്കലാന്ന്. വെട്ടി വണ്ടി കയറ്റാൻ പോലും ഞാൻ നിൽക്കുന്നില്ല കേട്ടാ. പോയിട്ട് വരാം അല്ലേ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അണ്ണൻ ഇടിപ്പാട്ടിരിക്കണം കേട്ടാ, അറിയാലോ. പറയണ്ട, ഒരാഴ്ചയല്ല 2 ദിവസത്തേക്കാണെങ്കിലും പോവാന്ന് പറയുമ്പോൾ ഒരു പ്രാന്തല്ലേ. അതിന് പറഞ്ഞില്ല, പോയേ പറ്റും. കോമഡി നേരത്തെ ശേവലം ചെയ്യുന്ന സിംഗം മോഡൽ പറഞ്ഞു. ഇതൊരുമാതിരി ഇവനെ ഒലക്ക പോലത്തെ ട്രിമ്മറും കൊണ്ടുവന്നിട്ട് എന്റെ ട്രിമ്മറിൽ 2ാമത്തെ ക്ലിപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടുള്ളത് നോക്കണം നിങ്ങൾ എന്റെ ആക്കി വെച്ചിട്ട് ഇപ്പല്ലേ ലുക്കായിനല്ലേ. ഞാമല്ല കൊടുത്ത ട്രെയിന് ലേറ്റാണ്, അതുകൊണ്ട് ഞാനിതാ. പിന്നെ 5 ദിവസത്തേക്കുള്ള പോക്കായത് കൊണ്ട് തന്നെ ഞാൻ ട്രെയിന് വരുന്നവരെ എത്തിക്കുന്നില്ല. നീ പോയിട്ട് അൻപീനെ നോക്ക്. ഇപ്പം ക്ലാസ് വിട്ട് വന്നിരിക്കും. അപ്പം എല്ലാവരും കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും വരും. പൂർവാധികം ശക്തിയോടെ വെറുപ്പിക്കലുമായി. 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഇപ്പം നമ്മൾ മാത്രമായല്ലേ അമ്മയുടെ, ഞാനും അമ്മയും മാത്രം അല്ലേ. അമ്മീനെ ഞാൻ പഠിപ്പിക്കലാണ്. അൻമീനെ പഠിപ്പിച്ച് വലിയൊരാളാക്കാന്ന് ഞാൻ എൻ്റെ ലക്ഷ്യം അതാണ്. അൻമീനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കലാണ്. സ്റ്റാർ വരച്ചുകൊണ്ടിരിക്കല കേട്ടാ. ഇനിയിപ്പോൾ സ്റ്റാർ വരച്ച് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ നക്ഷത്രം ഇടേണ്ട അവസ്ഥയിലായി. അപ്പോൾ വേറൊന്നും പറയാനില്ല. അപ്പോൾ വേറെ അടിപൊളി. അപ്പോൾ അത് ചെയ്യാന്നുള്ള പ്ലാനിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു കോള് വന്നിട്ട് പോണ്ടി വന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർ വരച്ച് അമ്മി വലിയ ആളാകുന്നുണ്ട്. അപ്പോൾ പറ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറ. ടാറ്റ ബൈ ബൈ, സീ യു ടുമാറോ. അത് പറയുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.